Hi guys, good morning. അങ്ങനെ ഞങ്ങളുടെ 3 nights in ജയ്പൂർ കഴിഞ്ഞു. ഡാഡി, നമ്മുടെ ലഗേജ് കേറാതെ മുകളിൽ കാരിയറിൽ വരെ കയറ്റി വെച്ചിരിക്കുക. അന്നപ്പോ ഉണ്ടായിരുന്നില്ല. പ്രിയൊക്കെ സ്റ്റണ്ട് ആയിരിക്കാണ് ബാക്കില്. ഡാഡി ഹാപ്പിയാണ്, സ്റ്റണ്ടാണ്. ഡാഡി പ്രതീക്ഷ. വെൽക്കം ടു പുഷ്കർ. അപ്പൊ ഇനി നേരെ നമുക്ക് പ്രിയാസ് റൂം ടൂർ സെക്ഷനിലേക്ക് പോകാം. ദിസ് ഇസ് ഗോയിങ് ടു ബി സോ എക്സൈറ്റിംഗ്. പ്രിയ, ഹായ് ഗായ്സ്, വെൽക്കം ടു റവായ് പുഷ്കർ. ഇനി പ്രിയാസ് റൂം ടൂർ. നമ്മളൊരു ഡെസേർട്ട് പറഞ്ഞാണ്, എന്തോ ബെനോഫിപ്പ എന്നൊക്കെ പറഞ്ഞാണ്, പക്ഷെ സൈസ് കണ്ടോ. ഒരു ആരെ വെട്ടാനോ? മമ്മീനെയാണോ? മമ്മി ഉണ്ടല്ലോ എതിരാളിയായിട്ട്. അതിപ്പോ വീട്ടിലല്ലേ, ഇപ്പൊ ഇവിടെ ആരെങ്കിലും വരണം, ആരെങ്കിലും ഒന്ന് വെട്ടിയാലേ വേണം എനിക്ക്. നമ്മുടെ എറണാകുളത്ത് കിട്ടില്ല എന്ന് തോന്നുന്നല്ലേ? Too good guys, too good. भैया नाम क्या है आपका? लव सिंह. ओह प्रिया. This or this, this or this. എനിക്ക് തോന്നുന്നു ഇതാ നല്ലതെന്ന്. ഈ സാധനങ്ങൾ ഇന്നും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബൈ പറയൂ. ബൈ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങളുടെ 3 nights in ജയ്പൂർ കഴിഞ്ഞു. ഇന്നിപ്പോൾ 4th day ആണ്. ഞങ്ങൾ പോവാണ് ഇവിടുന്ന്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പോഹ, ബാജി, എഗ് ബുർജി ഉണ്ട്. പ്രിയ വന്നിട്ടില്ല, പ്രിയ കുളിക്കാൻ കയറിയിരിക്കുകയാണ്. അതല്ലാതെ കുറച്ച് മാംഗോ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാഡി, ജയ്പൂരിൽ അനുഭവം എന്തുണ്ടായിരുന്നു? ജയ്പൂർ നല്ല സിറ്റിയാണ്, നല്ലപോലെ എൻജോയ് ചെയ്തു. കാണേണ്ട എല്ലാ സ്ഥലങ്ങളും ഒരു സ്ഥലം പോലും മിസ് ചെയ്യാതെ കണ്ടു. ഇതിനു മുമ്പ് ഞാൻ 2 പ്രാവശ്യം ജയ്പൂർ വന്നിട്ട് ഇത്രയും വിശാലമായിട്ടൊന്നും കണ്ടിട്ടില്ല. ഇപ്പം എല്ലാം കണ്ടു. മാത്രമല്ല, ഓരോ സ്ഥലത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായി. ഷോപ്പിംഗ് നടത്തി. വളരെ റേറ്റ് കുറച്ചാണ് ഓരോ സാധനങ്ങളും വാങ്ങിയത്. ബാർഗെയിൻ ചെയ്ത് വേണം വാങ്ങിക്കാൻ. നല്ല മെറ്റീരിയലാണ്. പ്രിയ ഭയങ്കര ഹാപ്പി ആയത്. പ്രിയയാണ് ഷോപ്പിംഗ് ചെയ്തത്, നമ്മളൊന്നും ചെയ്തില്ലല്ലോ. പ്രിയയ്ക്ക് വേണ്ടി നമ്മൾ കൂടെ നടന്നതേ ഉള്ളൂ. വേദു ആണെങ്കിൽ ഒരു കരച്ചിലില്ല, ബഹളമില്ല, ചുമ്മാ അങ്ങ് നടന്നോളൂ. എവിടെയെങ്കിലും ഒരു ഗ്രൗണ്ട് കണ്ടാൽ ഓടിക്കോളൂ. ഒരു കുഴപ്പമില്ല. വേദിനെ കൊണ്ട് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ജേർണി ആയിരുന്നു. അപ്പോൾ ജയ്പൂർ അടിച്ചു പൊളിച്ചു. അടുത്ത് നമ്മൾ പുഷ്കറിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സമയമില്ല, 9 മണി. ഇവിടുന്ന് ഒരു 3 hours ആണ്. അപ്പോൾ ഐ റെക്കമെൻഡ് ഒരു 4 days എങ്കിലും ജയ്പൂരിലുണ്ടെങ്കിൽ എല്ലാം കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഇവിടെ മോൾസിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, കാരണം ഭയങ്കര നല്ല മോൾസാണെന്ന് കേട്ടു. പക്ഷേ we didn't have the time. സോ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. ഞങ്ങളുടെ ജയ്പൂർ വീഡിയോ ഞാൻ ഇത് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് ഇടാം. സോ എനി ടൈം യു ഗൈസ് വോണ്ട് ടു ഗോ ടു ജയ്പൂർ ഓർ നോ സംതിങ് അബൌട്ട് ജയ്പൂർ, അതൊന്ന് റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ നേരെ പുഷ്കറിലേക്കാണ്. ഇവിടുന്ന് ഒരു 3 hours. അവിടെ ഒരു ഉഗ്രൻ സ്റ്റേ ആണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. പ്രിയയ്ക്കും അറിയില്ല, ഡാഡിക്കും അറിയില്ല. ഇറ്റ് ഈസ് one of the most amazing place where we are going to stay. So I'm so excited. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പുഷ്കറിലേക്ക് പോകാം. ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ രാജസ്ഥാനിലാണ്. ഞങ്ങളിവിടെ വരുന്നതിന് മുന്നേ മമ അത്തുകാർ ഞങ്ങൾക്ക് കുറച്ച് നല്ല പ്രോഡക്റ്റ്സ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓണിയൻ ഹെയർ ഓയിലാണ്. ഇതിൽ വന്നിട്ട് ഓണിയനും സൾഫർ എക്സ്ട്രാക്ട്സും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഓണിയൻ്റെ അത്രയും സ്മെല്ലൊന്നുമില്ല. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കയ്യിലാകത്തില്ല. ഇങ്ങനത്തെ ഒരു കോമ്പ് അറ്റാച്ച്ഡ് ആണ്. ഇത് നമുക്ക് കോമ്പ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇതിങ്ങനെ സ്കാൽപ്പിൽ നന്നായിട്ട് കോമ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൽപ്പിൻ്റെ ഉള്ളിലേക്ക് എണ്ണ നന്നായിട്ട് ഇറങ്ങും. ഇങ്ങനെ ഹെയർ ഓയിൽ തേച്ചതിന് ശേഷം നന്നായിട്ട് സ്കാൽപ്പ് ഒരു 10 to 15 minutes മസാജ് ചെയ്യുക. അതിനുശേഷം മമ അർത്തിൻ്റെ തന്നെ ഓണിയൻ ഷാമ്പൂവും കണ്ടീഷണറും ഉണ്ട്. ഇത് തേച്ച് തന്നെ കുളിക്കുക, എന്നാലേ ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കുളിക്കാൻ പോവാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക് മമ അർത്തിൻ്റെ സെറം ഉണ്ട്. എന്താ ഈ സെറം യൂസ് ചെയ്യുക. പിന്നെ ഇവരുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോക്സിൻ ഫ്രീ ആണ്. അതായത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇവിടെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളുടെ ഓരോ ഓർഡേഴ്സിനും ഇവരൊരു പ്ലാന്റ് നടുന്നതാണ്. ദാറ്റ് ഈസ് ലൈക്ക് ഗിവിങ് ബാക്ക് ടു ദ നേച്ചർ അല്ലേ. പിന്നെ നിങ്ങൾക്കും ഒരു ഓഫർ ഉണ്ട് കേട്ടോ. മമ അർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഓരോ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ORU 2020 കോഡ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. ഇതിപ്പോൾ ഞാനും വേദുവും ദില്ലും ഒക്കെ മമ അർത്തിൻ്റെ പ്രോഡക്ട്സ് ജെന്യുവൻലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഡിസ്കൗണ്ട് ഈ മമ അർത്തിൻ്റെ വെബ്സൈറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വേഗം പോയി കുളിക്കട്ടെ. ഓക്കെ, ബൈ. നമ്മുടെ ലഗേജ് ഡാഡി, നമ്മുടെ ലഗേജ് കയറാതെ മുകളിൽ കാരിയറിൽ വരെ കയറ്റി വെച്ചിരിക്കുക.
അന്നപ്പോ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ വാങ്ങിച്ചതാണ്. ജയ്പൂരിന് കഴിഞ്ഞപ്പോഴേക്കും. അപ്പൊ ഇനി ബാക്കിയുള്ള രാജസ്ഥാനും കൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? വേറെ വണ്ടി ഒരു വാറ് കൂടെ വേണ്ടി വരും. എല്ലാം പ്രിയാണ്. കണ്ടോ, ഇതൊക്കെയാണ് ഞങ്ങളെ കാട്ടി ലഗേജിൽ ട്രാവലിന് ആരെങ്കിലും വ്ളോഗിങ്ങിൽ ട്രാവൽ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ കണ്ടിട്ടില്ല. ഇന്നോവയാണ്, ഫുള്ളാണ് ഡിക്കി. കണ്ട ഡിക്കി ഫുള്ളാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ താഴെ വീഴും, കാണിക്കുന്നില്ല. എൻ്റെ മുകളിൽ ലാസ്റ്റ് പ്രാമൊക്കെ കാരിയറിലാണ്. പക്ഷേ ഞങ്ങളുടെ പോളിസി അങ്ങനെയാണ്, ഫുള്ളായിട്ട് എൻജോയ് ചെയ്യും. അതിന് വെയിറ്റും എക്സ്ട്രാ ലഗേജ് പൈസ നോക്കില്ല. വിൽ വർക്ക് ഹാർഡ്. രാപ്പകലില്ലാതെ കഷ്ടപ്പെടാനും റെഡിയാണ്. അതുപോലെ തന്നെ രാപ്പകലില്ലാതെ ഷോപ്പ് ചെയ്യാനും ഫുഡ് കഴിക്കാനും ട്രാവൽ ചെയ്യാനും ഞങ്ങൾ റെഡിയാണ്. സോ വി ആർ ട്രൈങ് ടു ലിവ് അവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. നാളെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. സോ ദാറ്റ്സ് അവർ പോളിസി ഈസ്. ഇതുകൊണ്ട് എനിക്ക് പ്രിയായിട്ട് ഞാൻ വെറുതെ ഒരു പേരിനെ വെറുതെ വഴക്കൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഇല്ലാതെ പോവേ. പക്ഷേ ഐ ഡോണ്ട് മൈൻഡ് ദിസ് അറ്റ് ഓൾ. ഇനി എന്തായാലും നേരെ പുഷ്കറിലേക്ക് മിക്കവാറും ഞങ്ങൾ ഇതൊക്കെ കൂടെ ഒരു സ്ഥലത്ത് നിന്ന് കൊറിയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്ന നടക്കില്ല. നമ്മുടെ സ്പീഡ് പോസ്റ്റ് വഴി വല്ല അയക്കുന്നതായിരിക്കും നാട്ടിലേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ 1.5 മണിക്കൂർ യാത്രയായി. വേദ് കുറച്ച് റെസ്റ്റ്ലെസ് ആണ്, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ പ്രിയയ്ക്കും അറിയില്ല, ഡാഡിക്കും അറിയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡാഡിയുടെയും പ്രിയയുടെയും ഫസ്റ്റ് അനുഭവമായിരിക്കും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് താമസിക്കാൻ പോകുന്ന പുഷ്കറിൽ. ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് പ്രിയാസ് റൂം ടൂർ. ഞാൻ പൊതുവെ എക്സൈറ്റഡ് അല്ല, പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്രിയ വിൽ ഗോ അബ്സല്യൂട്ട്ലി ക്രേസി. ഡാഡി എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ എങ്ങനത്തെ സ്ഥലത്തായിരിക്കും താമസിക്കുന്നതെന്ന്? അല്ല, പ്രിയയ്ക്ക് വല്ല ഗസ്റ്റ് ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അവിടെ പോയിട്ട് കാണാം. പിന്നെ വേദുവിന്റെ കാർ സീറ്റൊക്കെ ഞങ്ങൾ തന്നെ കൊണ്ടുവന്നതാണ്. ഒരുപാട് ലഗേജ് ഉണ്ട്. ഈ കാർ സീറ്റിന് തന്നെ എക്സസ് ലഗേജ് ആയി. വേദു റെസ്റ്റ്ലെസ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് വേദുവിന്റെ കിൻഡർ ജോയ് വാങ്ങിക്കൊടുത്തു. അത് സാനിറ്റൈസിങ് വൈപ്സ് വെച്ച് തുടച്ചിട്ടാണ് കൊടുക്കുന്നത്. സോ ഇത് കണ്ട് ഈ പോപ്പീസിന്റെ ഡ്രസ്സാണ്. ഇത് നൈറ്റ് ഡ്രസ് ആണ്. പക്ഷെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്ക് കാറിൽ ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ചെറുതായിട്ടുള്ള ഒരു ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോവുകയാണെങ്കിലും നൈറ്റ് വെയർ ആണെങ്കിലും നമുക്ക് ഉറക്കത്തിൽ തന്നെ എടുത്തോണ്ട് പോയാലും കുറച്ച് വെളിയിലിടുന്ന ഒരു ഡ്രസ്സിന്റെ ഒരു സ്റ്റൈലും കൂടെ ഉണ്ട്. ഗൈസ്, അപ്പൊ സ്ഥലം എത്തി. ജസ്റ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ ദ പ്ലേസസ്. വേദുവിനെ ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലം. നേരെ കാണുന്നത് നമ്മുടെ റിസപ്ഷൻ. ഇവിടെ കണ്ട ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ ഇപ്പൊ എന്താന്ന്. പ്രിയൊക്കെ സ്റ്റണ്ട് ആയിരിക്കാണ് ബാക്കില്. ഡാഡി ഹാപ്പിയാണ്, സ്റ്റണ്ടാണ്. ഡാഡി പ്രതീക്ഷിച്ചില്ലല്ലോ. കുറച്ച് ദൂരം വന്നപ്പോ മനസ്സിലായി ടെന്റ് ആണെന്ന്. പിന്നെ മനസ്സിലായി, വെറുതെയാണ്. ഇപ്പൊ എന്റെ ഡാഡി ചോദിച്ചോണ്ട് ചുമ്മാതാണ്. എൻട്രൻസിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ടെന്റ് ആണോ. അത് എഴുതിയിട്ടുണ്ടല്ലോ. Pool is unbelievable. Look at the pool. Look at the, I mean, pool ഇവിടെ ഇറങ്ങാം. രാജസ്ഥാനിൽ pool is open. Unbelievable. Never expected, no? നിന്റെ അകം കാണുമ്പോൾ ടെൻസ് ആവും. Just look at this. പൂളി എന്നുള്ള വ്യൂ കണ്ട. Full you're surrounded by mountains. How beautiful is this? Oh, അവിടേക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പ്രിയ. ഈവനിങ് കോഫി. What to do, no? And just see the entrance to our tent. Just see this. How beautiful this, guys. ഇവിടെ ഊഞ്ഞാലുണ്ട്. This is a luxury room. A special luxury. My gift to you, Priya. A luxury room. അപ്പൊ ഇനി അടുത്ത റൂം ടൂറിലേക്ക് പോവാ. Just it's so beautiful. All of you luxury room that is inside restaurant. Okay, fine. So it's very beautiful. Thank you so much, sir. Thank you. So we'll be showing you all the aspects of the resort. Yeah, sure. I did a lot of research and I found this to be the best place. So we are very excited. Oh, definitely, sir. Guys, I am absolutely stunned by this place. താമസിക്കാൻ തുടങ്ങിയിട്ടുള്ള ജസ്റ്റ് വന്ന് കയറിയുള്ളൂ. Highly recommended അല്ല, മോസ്റ്റ് റെക്കമെൻഡഡ് പ്ലേസ് ഇൻ പുഷ്കർ ടു സ്റ്റേ. ഇറ്റ്സ് ഗോയിങ് ടു ബി എൻ അമേസിംഗ്. കാരണം അത്രയധികം റിവ്യൂസ് ഞാൻ വായിച്ചിട്ടുണ്ട്, ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇനി നേരെ നമുക്ക് പ്രിയാസ് റൂം ടൂർ സെക്ഷനിലേക്ക് പോകാം. ദിസ് ഇസ് ഗോയിങ് ടു ബി സോ എക്സൈറ്റിംഗ്. പ്രിയ, ഹായ് ഗൈസ്, വെൽക്കം ടു റവായ് പുഷ്കർ. ഇനി പ്രിയാസ് റൂം ടൂർ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ഒരു ടെന്റിന്റെ അകത്ത് താമസിക്കാൻ പോണേ. ആദ്യം തന്നെ ഇവിടുത്തെ ലോണും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫുൾ ടെൻസ് ആണ്, വരിയായിട്ട്. ആൻഡ് ലോണൊക്കെ നോക്കി എന്തൊരു ഭംഗിയാ കാണാൻ. ലോണിന്റെ ഇപ്പുറത്തും ടെൻസ് ഒക്കെ ഉണ്ട്. അവിടെ ഡൈനിങ് ഏരിയ പോലെ സീറ്റിംഗ് ഉണ്ട്, ഹാമക്ക് ഉണ്ട്, ലോൺ ഉണ്ട്, അതെ ഹാമൊക്കെ ഉണ്ട്. വേവിന് ഓടി നടക്കാം. ഇവിടെ സൈഡിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇനി ബെഡ്റൂം ആദ്യമായിട്ട് പ്രിയാസ് റൂം ടൂർ പ്രിയ റൂമിന്റെ വെളിയിൽ നിന്ന് കാണിക്കുന്നത്. അത്ര എക്സൈറ്റഡ് ആയി പോയി. അതും ഞാൻ വെയിലത്ത് കൊടയില്ലാതെ. ഇത് കണ്ടോ, അത് ചെറിയൊരു കട്ടിലാണ്. പക്ഷെ ഇവിടുത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ നോക്കി
നല്ല കംഫിയാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ വേറെ സീറ്റിംഗ് ഏരിയ ഉണ്ട്. എനിക്ക് റൂമിനകത്തേക്ക് പോകാൻ എക്സൈറ്റഡ് ആയിട്ട് വയ്യ ബാബ. ഇനി ബാക്കി പിന്നെ കാണിച്ചു തരാം. ഇപ്പൊ വെൽക്കം ടു പ്രിയാസ് റൂം. നമ്മുടെ ഗസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. Stunning എന്ന് പറഞ്ഞ ഐ ആം ലൈക്ക് ഷോക്ക്. എനിക്ക് ഇത് നോക്ക് വോള് നോക്ക്. ഇത് ഹാൻഡ് പ്രിന്റഡ് ബ്ലോക്ക്ഡ് ആണ് പ്രിന്റ്സ്. ഇതിന്റെ ഫുൾ കൺഫ്യൂഷൻ ആണ്. ഇത് ബ്ലോക്ക് പ്രിന്റ്സ് ആണ്, പക്ഷെ ഹാൻഡ് മെയ്ഡ് ആണ്. ഫുൾ വോളും സീലിംഗും ഫുൾ അങ്ങനത്തെ ഫാബ്രിക് വെച്ചാ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് സ്റ്റണ്ണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിസൈഡ് ചെയ്തു നമുക്ക് ഇങ്ങനത്തെ ഒരു വീട് വേണം. ഇനി എന്താ കാണിക്കണ്ടേ? എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഇവിടെ ഒരു കൗച്ച് ഉണ്ട്. Just look at the bed, Priya. How amazing is this bed? കംഫർട്ടബിൾ ബെഡ് ആണ്. ഈ പാലസിലൊക്കെ ഉള്ള പോലെ പണ്ടത്തെ ടൈപ്പ് അല്ല ഇങ്ങനത്തെ. അതെ, അടിപൊളി. ആൻഡ് ഇവിടെ ഒരു ചെറിയ ടേബിൾ ആൻഡ് ചെയർ ഉണ്ട്. നല്ല വുഡിന്റെ ഒത്തന്റിക് വുഡ് വ്യൂ ഇവിടുന്ന് നല്ല ഭംഗിയില്ലേ? അടിപൊളി. ഈവനിങ്സ് ഒക്കെ just imagine when this place is lit up. ഇത് സീലിംഗ് നോക്ക്. Wow, this actually ഒരു പാലസ് പോലെ ഉണ്ട് അകത്ത് കാണാൻ. പക്ഷേ it's a tent. Exactly. It's different. Luxury tent. That's why it's called luxury tent. ഞാൻ ഇങ്ങനത്തെ ടെന്റ് കണ്ടിട്ടേ ഇല്ല ഇതുവരെ. ഇവിടെ ടിവി ഉണ്ട്. മിനി ബാർ ഉണ്ട്. മിനി ബാർ തുറക്കണ്ട, വേദം എല്ലാം എടുക്കും. ഞാൻ കാണിച്ചതാ. ഞാൻ പിന്നെ കാണിക്കാം. വലിയ മിറർ ഉണ്ട്. ലഗേജ് റാക്ക് ഉണ്ട്. AC ഉണ്ട്. How spacious is this? ഫീൽ ചെയ്യുന്നില്ല. അകത്തെ ഒരു പാലസ് ഫീലിംഗ് ആണ് കാണുമ്പോ. ഇനി പറയണ മെയിൻ സ്ഥലം. Wow, see the wall here also, it's the same fabric. Oh, I love this. I love this. In a ചെറിയൊരു ക്ലോസറ്റ് ഏരിയ. ഇവിടെ ഒരു അടിപൊളി അല്ലേ? ബാത്റൂമിലെ ഡ്രൈ ഏരിയയിലാണ് വാർഡ്രോബ്. ബാത്റൂംസ് ഒക്കെ ഉണ്ട്. എക്സ്ട്രീംലി ലക്ഷറിയസ്. ഫാബ്രിക് ഈസ് ഗുഡ്. എക്സ്ട്രീംലി ലക്ഷറിയസ് പ്രോപ്പർട്ടി. ടോയ്ലറ്ററീസ് എല്ലാം ഉണ്ട്. ഷവർ ഏരിയ വേറെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ബട്ട് ഹ്യൂജ്. ബാത്റൂം ഈസ് ഓൾസോ ഹ്യൂജ്. ഇറ്റ്സ് റിയലി ഹ്യൂജ്. ഇങ്ങനത്തെ ടെന്റിലൊക്കെ ആണെങ്കിൽ താമസിക്കാൻ എല്ലാവർക്കും താല്പര്യമായിരിക്കും. ഞാൻ ടെന്റ് എന്നൊക്കെ വിചാരിച്ചു ദൈവമേ കുഞ്ഞൊക്കെ കേറണ്ടായിരുന്നു. പക്ഷെ ദിസ് ഇസ് ലൈക്ക് എ പാലസ്. So how's my first surprise in this trip? This is amazing. Stunning. I'm like shocked. ഞാൻ ഇത് 100% റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരിക്കലും 101% you should come here. Okay. ഒരിക്കലും. ബിക്കോസ് ഇവിടെ വന്നാലേ ആ ഒരു ഫീല് കിട്ടുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വന്നാലേ നിങ്ങൾക്ക് അറിയുള്ളൂ അതിന്റെ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് റൂം എൻജോയ് ചെയ്യാം. ആയി പറഞ്ഞേക്ക്. ഞാൻ ശരിക്കും ഒന്നും കൂടെ കാണട്ടെ. ബൈ. ഓക്കെ ഗൈസ്, ദിസ് ഇസ് അമേസിംഗ്. ഇനി ഇവിടുത്തെ ഫുൾ ഏരിയ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ലോണും ഈവനിങ്സിലൊക്കെ സെറ്റപ്പ് ഒക്കെ. എന്തായാലും വി ആർ സോ എക്സൈറ്റഡ്. വി വാണ്ട് ടു ജസ്റ്റ് എൻജോയ് ദ റൂം. അപ്പൊ കുറച്ച് കഴിഞ്ഞ് കാണാം. പ്രിയ എപ്പോഴും ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. രാത്രി തുറന്ന് എടുത്തോട്ട് വന്നു മിനി ബാറിന്ന് ഓരോന്ന്. ഞാൻ പറയില്ല എടുക്കുന്നു. ഓക്കെ, അപ്പൊ ബൈ. പ്രിയ, അതെ യുവർ സൺ മിനി ബാറിലെ ബിസ്ക്കറ്റ് എന്നെ 300 രൂപ പോയി. സാരമൊന്നുമില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ബിസ്ക്കറ്റ് കഴിക്കത്തുമില്ല. ഇങ്ങനെ എന്തൊക്കെയോ ബിൽഡിംഗ് ബ്ലോക്സ് പോലെ കളിക്കാനാ. വേദോ 300 രൂപയുടെ ബിസ്ക്കറ്റ് ആടാ, 20 രൂപയുടെ ബിസ്ക്കറ്റ് ആടാ. പക്ഷെ ഇവിടെ 300 രൂപയാണ്. കഴിച്ചോണം മൊത്തം. ഈ കൈയൊന്നും എനിക്ക് കഴുകാൻ പറ്റില്ല. തൊട്ടിട്ട് ഈന്ന് കൈ തുടക്കാൻ പറ. അവന് കയ്യിൽ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാ. ഓടുന്നു. നിക്കവിടെ. ഗൈസ്, അപ്പോൾ പുഷ്കറിൽ ആക്ച്വലി നമ്മൾ ഒരു ഭയങ്കര ഒരു റൂറൽ ഗ്രാമം പോലെയാണ്. ഇറ്റ്സ് എ ടെമ്പിൾ ടൗൺ. ഇറ്റ്സ് എ ഹോളിയസ്റ്റ് ടൗൺ. യു ഡോണ്ട് ഗെറ്റ് നോൺ വെജ് ഹിയർ എന്നാണ് ഞാൻ കേട്ടത്. ഏകദേശം 500 അമ്പലമൊക്കെ ഉണ്ട്. ഹോളിയസ്റ്റ് ലേക്ക് ഉണ്ട്. നമുക്ക് ഒരു ഇതെല്ലാം കാണാം. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു റിലാക്സ്ഡ് വൈബാണ്, ഒരു ചിൽഡ് വൈബ്. കുറേ ഫോറിനേഴ്സ് ഉണ്ട്. സോ ദർ ആർ ലോട്ട് ഓഫ് കഫേസ്. ഇപ്പം ഇല്ല, ഇസ്രേലീസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരാറ് ഞാൻ കേട്ടത്. സോ ലോട്ട് ഓഫ് കഫേസ് ആൻഡ് ഒരു ചിൽഡ് വൈബിൽ ഒരു ഗോകർണ ആ ഒരു ഫീലിംഗ് ആണ് ശരിക്കും പുഷ്കർ ടൗൺ. സോ നമ്മളിപ്പോൾ ഒരു ലഞ്ചിന് പോവാം. ആൻഡ് ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അധികം സൈറ്റ് സീയിങ് താല്പര്യമില്ല. കാരണം ഈ റൂമിൽ ഇവിടെ തന്നെ ഇരിക്കാനാണ് താല്പര്യം. പക്ഷേ ഇനി വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 2-3 സ്ഥലങ്ങൾ കാണിക്കണം. പിന്നെ ഇവിടുന്ന് അജ്മേറിൽ പോകണം. അപ്പോൾ
എന്തായാലും നോക്കാം. ആദ്യം തന്നെ ലഞ്ചിന് പോവാം. ആ നേരെ കാണുന്നുണ്ട് ഇത് റോപ്പ് വേ ഒക്കെ ഉണ്ട് മുകളില്. അതാണ് സാവിത്രി ടെമ്പിൾ. അവിടെയൊക്കെ നമ്മൾ പോകുന്നതായിരിക്കും. റോപ്പ് വേ ഒക്കെ പോവാം, എല്ലാം പോകുന്നതായിരിക്കും. നമ്മൾ ഒന്നും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കില്ല. സൂപ്പർ. ഈവനിങ് ഒരു 5 മണി കഴിയുമ്പോ അതെ ഇതിന്റെ അകത്ത് കയറിയ 5 മണി കഴിയുമ്പോ വെതറും കൂടെ മാറിക്കഴിയുമ്പോ ഉണ്ടല്ലോ, ഇറ്റ് വിൽ ബി ബ്ലിസ്ഫുൾ. ബ്ലിസ് ആണ് ആ വേർഡ്, ബ്ലിസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞാണ്, ഫുൾ പശു ആണ്, ഡോഗ്സ് ആണ്. ദാറ്റ്സ് എ ക്യാരക്ടർ ഓഫ് ദിസ് പ്ലേസ് ആൻഡ് അതങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. പക്ഷേ കണ്ട ഇങ്ങനത്തെയൊക്കെ സ്ഥലത്ത് വന്നിട്ട് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ട ഒറിജിനൽ വുഡ് ഫയർ പിസ്സ, കാഫെ പുഷ്ക, പിസ്സേറിയ. പക്ഷെ വെൻ യു എൻറ്റർ ഓപ്പൺ ഹേ? നമസ്തേ. ഓപ്പൺ ഹേ? ഓക്കെ. ജസ്റ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ ദിസ് പ്ലേസ് ഇസ്. ഐ തിങ്ക് ഈവനിംഗിൽ ലൈറ്റ് ഒക്കെ ഇട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ബട്ട് ദിസ് ഇസ് ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് ഹൈലി റേറ്റഡ് പ്ലേസ് ഇൻ പുഷ്ക. ആൻഡ് ശരിക്കും ഒരു കഫേ വൈബ് തന്നെയാണ്. ഭയങ്കര ഒരു ഫീലുള്ള സ്ഥലമാണ്. ഐ ലവ് ദ ഫ്ലോറിങ്. പ്രിയ പറയുന്ന പോലെ കുറച്ച് കോണ്ടിനെന്റൽ ഫുഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാം. എന്തായാലും കണ്ട ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആണ്. പെട്ടെന്നൊരു യൂറോപ്യൻ കഫേ, പക്ഷെ റോഡ്സിലൊക്കെ പക്ക റൂറൽ ഇന്ത്യൻ. ഭയങ്കര രസമാണ് ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ. പ്രിയ എങ്ങനെയുണ്ട് സ്ഥലം? അതേ പറഞ്ഞ ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആണ്. പക്ഷെ റോയൽ ആയിട്ടില്ലേ? അതെ, അടിപൊളി അല്ലേ? സൂപ്പർ. ഞാൻ പറഞ്ഞത് വരുമ്പോൾ തന്നെ പ്രിയ പറയുന്നത് ഞാൻ പറഞ്ഞതാ. ഡാഡി ഇത്ര ഐറ്റംസ് ഒക്കെ ഇവിടെ പ്രതീക്ഷിക്കുവോ? ഭയങ്കര ഒരു ഗ്രാമത്തിൽ ഒട്ടും ഉണ്ടാവില്ല അല്ലേ? ഭയങ്കര. അതെ, ഞങ്ങള് വരുന്ന വഴി ഫുൾ പശുവും തൊഴുത്തും ഒക്കെ ആയിരുന്നു. ഞാൻ ചോദിച്ചു ഏത് റെസ്റ്റോറന്റിലാ പോണെന്ന്. പക്ഷെ അകത്ത് വന്നപ്പോ എൻറ്റയർലി ഡിഫറെന്റ്. അതാണ് ദില്ലുമായിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഗുണം. ഫുഡ് എവിടെയാണെങ്കിലും വേറൊരു കാര്യമുണ്ട്, ദില്ലുമായിട്ട് യാത്ര ചെയ്ത ഫുഡിന്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട. നല്ല ഫുഡ് കിട്ടും, എല്ലാവർക്കും വേണ്ട ടൈപ്പ് ഫുഡ് കിട്ടും. ദില്ലു ഗൂഗിൾ തപ്പി പിടിച്ച് കലക്കി കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡാഡിക്ക് നല്ല ചീസി സാൻഡ്വിച്ച് വന്നിട്ടുണ്ട്. തുറക്കാൻ പറ്റില്ല, അത്രയും ചീസാണ്. അതിൻ്റെ അകത്ത് ഒലിവ്സും ടൊമാറ്റോ ഒക്കെയാണ്. പക്ഷെ ഞങ്ങളാണ് വെയിറ്റ് ചെയ്യുന്നത് വുഡ് ഫയർ പിസ്സ കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓ ഗായ്സ്, പുഷ്കറിൽ കണ്ട പിസ്സ സെർവ് ചെയ്യുന്നുണ്ട ഒരു പ്ലേറ്റിലാണ്. താലി പോലെ ഇരിക്കുന്നു. ഇറ്റ്സ് എ റിയലി വുഡ് ഫയർഡ് തന്നെയാണെന്ന് തോന്നുന്നു. ഇറ്റ്സ് വെരി തിൻ ക്രസ്റ്റ്, വെരി ചീസി. ആ ചീസ് ഫുള്ളൊക്കെ കാണാം. വെജിറ്റേറിയൻ ആണ്. സോ ചീസി and it's looking so fresh, smelling so good. Vegetarian ആണെങ്കിലും we are going to enjoy pizza in Pushkar. Pizza is really good, so good കേട്ടോ. നമ്മൾ ഇത്രയൊന്നും ഇവിടെ പ്രതീക്ഷയില്ല. റിയലി എൻജോയ് ചെയ്ത് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീസൊക്കെ വലിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഡെസേർട്ട് പറഞ്ഞാണ്, എന്തോ ബെനോഫെ പൈ എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ സൈസ് കണ്ട ഒരു ജാറിലാണ്. നമ്മളൊക്കെ ഫ്രിഡ്ജിൽ ഒരു ഭക്ഷണം ഫ്രിഡ്ജിൽ വെക്കില്ല, അത്രയും വലിയ സൈസാണ്. ഇത് എന്തായാലും തീർക്കാൻ പറ്റില്ല. ഇതിൽ ബനാന കോട്ടഡ് സംതിങ്, ബനാന ഉണ്ട്, ക്രീമുണ്ട്, മുകളിൽ ഗ്രേറ്റഡ് കോക്കനട്ട്സ് ഉണ്ട്. ഒരു ഐഡിയ ഇല്ല എന്താ സംഭവം. കഴിച്ചു നോക്ക് പ്രിയ. എന്നാ ഭയങ്കര ഹെവി ആയിട്ടാണ് സാധ്യത. ചോക്ലേറ്റ് ഒക്കെ താഴെ വീഴുന്നു. എനിക്ക് പക്ഷെ തോന്നുന്നില്ല അത്ര നല്ലതാന്ന്. ഈ ബനോഫെ പൈ തന്നെയാണ്. ആ ഒരു ഫ്ലേവേഴ്സ് ആണ്. ക്രംബിൾഡ് ബിസ്ക്കറ്റ്സ്, നെയ്യിൽ വറുത്തെടുത്ത ബനാന, കാരമലൈസ് ബനാനാസ്, ക്രീം എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു വേറെ ഇവരുടെ ഒരു വേർഷൻ. പക്ഷെ ഇത് ഒരാൾക്ക് രണ്ടാൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ക്വാണ്ടിറ്റി ഉണ്ട്, ഇത്രയുണ്ട്. എന്തായാലും പുഷ്കറിന്റെ തുടക്കം തന്നെ അടിപൊളി. ഞാൻ ബില്ല് ചെയ്യാൻ പോയ സമയത്ത് ഇത് സത്യമായിട്ടും ഐ എം പ്രോമിസിങ് പ്രിയാണ് ഇത്രയും തീർത്തത് കേട്ടോ. വാട്ട് ഈസ് ദിസ് പ്രിയ? ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി. പൂളിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ പൂള് സോ കോൾഡ്, വാട്ടർ ഈസ് ഫ്രീസിങ് കോൾഡ്. അതുകൊണ്ട് വേദന ഇവിടെ ഓടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഗെയിം തുടങ്ങാം. നിക്കടെ വേദു, നമ്മുടെ മെയിൻ സ്ഥലം റെസ്റ്റോറൻറ്റിലേക്ക് കയറണ്ടേ? നോക്കട്ടെ റെസ്റ്റോറൻറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഓ ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ് റെസ്റ്റോറൻറ്റ് ഗൈസ്. നമ്മളിപ്പൊന്നും കഴിക്കുന്നില്ല, നമ്മൾ വെളിയിൽ പോവാണ്. എന്തായാലും നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ വരാം. എന്തായാലും ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഒരാൾ അവിടെ നിന്ന് കോഫി കുടിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഹൊറൈസണിൽ സൺസെറ്റ് കണ്ട. വാട്ട് എ പെർഫെക്റ്റ് മൂവ്മെന്റ് ഫോർ എ, ഞാൻ സാധാരണ പെർഫെക്റ്റ് പ്ലേസ് എന്നാണ് പറയുന്നത്. പക്ഷെ വാട്ട് എ പെർഫെക്റ്റ് മൂവ്മെന്റ് ഫോർ എ കോഫി എന്ന് ഇതിൽ പറയേണ്ടത്. എങ്ങനെയുണ്ട് പ്രിയ? Sunset is good. And the cameraman? Really good.
ഡ്രസ്സ് കണ്ടല്ലോ അല്ലേ, ശ്രദ്ധിച്ചല്ലോ, അത് ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷെ അതിലൊരു സ്പെഷ്യൽ ഓർഡർ ചെയ്ത് ഞാൻ അടിച്ചു മാറ്റി. പക്ഷെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, വെയിറ്റ് ചെയ്തോണേ. കണ്ട, ഞങ്ങൾ ഇന്ന് ട്വിന്നിങ് ആണ്, ഞങ്ങൾ സെയിം ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. രണ്ടാമത് ഓർഡർ ചെയ്തു സെയിം കളർ. ഞങ്ങൾ വിചാരിച്ചു അടിപൊളിയല്ലേ, നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെയിം ഡ്രസ്സിൽ നടക്കുന്ന കാണാൻ ഇഷ്ടമാണെങ്കിൽ വേദുവിനും കൂടെ കിട്ടിയിരുന്നെങ്കിൽ വാങ്ങിയാന് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഗൈസ് ദേ ഒരാൾ അവിടെ നിന്ന് കോഫി കുടിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ടെന്റ് ഈ കണ്ടിട്ട്, ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു ആംബിയൻസ്, ഈ ഒരു ക്ലൈമറ്റ്, ഈ ഒരു വെതർ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ തോന്നുന്നില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ദിസ് ഇസ് അൺബിലീവബിൾ. ദിസ് ഇസ് ലൈഫ് ലോങ് മെമ്മറി. ഡാഡിയും വേദും വേറെ കളിയൊക്കെയാണ്. ഡാഡിക്ക് ഇപ്പോൾ വേദുവിനെ ഊഞ്ഞാലിരുത്തി ആട്ടണം. സോ അവർ എല്ലാവരും എൻജോയ്മെന്റ് ആണ്. ഇന്ന് ഫുൾ ഡേ ചില്ലിങ് ഇൻ പുഷ്കർ ആണ്. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഈവനിങ് ഞാൻ പറഞ്ഞു ഇന്ന് ഫുൾ ഡേ വി ആർ ഗോയിങ് ടു ജസ്റ്റ് ചിൽ. നമ്മൾ സൈറ്റ് സീയിങ് ഒന്നുമില്ല. നമ്മുടെ ഹോട്ടലിൽ നിന്ന് വെറും 2 കിലോമീറ്റർ ഉള്ളൂ ഇവിടുത്തെ മെയിൻ പുഷ്കർ മാർക്കറ്റ്. ഡാഡി എന്താ വാളൊക്കെ ആയിട്ട് നിൽക്കുന്നത്? ഡാഡി ആരെ വെട്ടാനോ? മമ്മീനെയാണോ? മമ്മി ഉണ്ടല്ലോ എതിരാളിയായിട്ട്. അതിപ്പോ വീട്ടിലല്ലേ, ഇപ്പൊ ഇവിടെ ആരെങ്കിലും വരണം, ആരെങ്കിലും ഒന്ന് വെട്ടിയാലേ വേണം എനിക്ക്. ഇതാണ് പ്രിയ മാർക്കറ്റ്. കണ്ടിട്ട് നല്ല കളർഫുൾ ആയിണ്ട്, പക്ഷെ ഒന്നുമില്ല. പിന്നെ ഇപ്പൊ പ്രിയ അവിടുന്ന് ഓർണമെന്റ്സ് ഒന്നും കിട്ടാത്തോണ്ടാണോ അതോ എല്ലാം കണ്ടതിന്റെ നോക്കാൻ എന്താ വെച്ചാലേ അടച്ചു പോകുമ്പോ കട. അപ്പൊ ഇന്ന് ജസ്റ്റ് എല്ലാം നോക്കിട്ട് നാളെ പറ്റും വാങ്ങാലോ. നല്ല ഇതേ ബാഗ് പ്രിയ എന്തോ ബാഗ് കിട്ടിയില്ലാന്ന് പറഞ്ഞു. ജയ്പൂർ കാർ മൊത്തം അടിയായിരുന്നു പ്രിയ ഞാനായിട്ട്. ഇതേ വരുന്നു വേദു നല്ല സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ട്. ഗൈസ് പക്ക ടൂറിസ്റ്റ് സ്ഥലമാണെങ്കിലും ഇറ്റ്സ് വെരി ക്ലീൻ കേട്ടോ, വെരി വെൽ മെയിൻറ്റെയിൻ. ഇടയ്ക്ക് പട്ടിയും പൂത്തും പശുവൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നല്ല ടൈൽ റോഡ്സ് ആണ്, അതുകൊണ്ട് നടക്കാൻ നല്ല സുഖമാണ്. വളരെ പ്ലസന്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷോപ്പ് ചെയ്യുന്നതിൽ. ഞാൻ നടന്ന് നമ്മുടെ പ്രിയക്ക് അവിടെ ഷോപ്പിംഗ് ആണ്. ഞാൻ നടന്ന് ഇവിടുത്തെ സ്വീറ്റ് സ്ട്രീറ്റ് അങ്ങനെ എന്തോ ഒരു പേരുണ്ട്, ഫുൾ മാൽപോവയും എന്തൊക്കെയോ സംഭവങ്ങളാണ്. ഇന്ന് കുറച്ചായിട്ട് എന്തൊക്കെ ട്രൈ ചെയ്യണം, ഭയങ്കര കൊതിയായിട്ട് പോയി. ജസ്റ്റ് നോക്കിയത് എന്തൊക്കെയാണ്. ഗുലാബ് ജാമുൻ, മാൽപോവ, പ്രിയക്ക് കൊതിയാവും കേട്ടാ. അതപ്പോ ഫസ്റ്റ് മാൽപോവ എക്സ്പീരിയൻസ് ആണ് ഇൻ രാജസ്ഥാൻ. ഞാൻ കുറച്ച് കഴിച്ചു കേട്ടോ. ദിസ് ഇസ് ഔട്ട് സ്റ്റാൻഡിങ്. ഭയങ്കര തിന്നാണ്. ഒരു ഗുലാബ് ജാമുൻ്റെ ഒക്കെ കുറച്ച് ഫ്ലേവറാണ്, പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. വേറെ എനിക്ക് എക്സ്പ്ലനേഷൻ പറയാനില്ല. പെർഫെക്റ്റ് ഫോർ എ വിന്റർ ഈവനിങ്. അടിപൊളിയാണ്. മാൽപോവ ലവേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം. ഇങ്ങനെയാണോ കഴിക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ല. പ്രിയക്ക് കൊതിയാവും. പ്രിയ വീഡിയോ കാണുമ്പോഴേ അറിയുള്ളൂ. നമ്മുടെ എറണാകുളത്ത് കിട്ടില്ല എന്ന് തോന്നുന്നല്ലേ? ടു ഗുഡ് ഗൈസ്, ടു ഗുഡ്. ഇത്രയും വാങ്ങിയിട്ട് വീണ്ടും പ്രിയ ഞാൻ പോയി മാൽപാവ കഴിച്ചിട്ട് വന്നു. പ്രിയ ഇപ്പഴാണ് കേൾക്കുന്നു. ബെസ്റ്റ്, അൺബിലീവബിളി ഡെലിഷ്യസ്. ഇവിടെ നടന്ന് ഞാൻ പോയി തപ്പിപ്പിടിച്ചു. ബാഗ് എടുക്കാൻ ഇറങ്ങിയതാ, ബാഗും എടുത്തു. അപ്പൊ ഇത് കണ്ടു, ദുപ്പട്ട കണ്ടു. ബാഗ് എടുത്തോ? പൈസ എവിടെ കൊടുത്തു? അതേ കടയിൽ തന്നെ ഇത്. അപ്പൊ ഇതെനിക്ക് ഇഷ്ടായി. എനിക്ക് 3 കൺഫ്യൂഷൻ. ഇതാണോ നല്ലത് അതോ? പക്ഷെ നമുക്ക് ആൾക്കാരുടെ കമന്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതാ ഒരു പ്രശ്നം. ഞാൻ ജയ്പൂർ വീടും. അല്ലെങ്കിൽ നമുക്കൊരു 500 ആൾക്കാരുടെ ഒപ്പീനിയൻ, നല്ല ഒപ്പീനിയൻസ് തന്നു കിട്ടിയാല്. ഇതാണോ നല്ലത്? അതോ ഇതാണോ? എത്ര രൂപ ഇതിനൊക്കെ? 150. ഓക്കെ. 150 എന്ന് പറയുമ്പോൾ തോന്നില്ല. 100 തരുമെന്തോ. നോക്കാം. എനിക്ക് തോന്നുന്നു യെല്ലോ തന്നെയാ നല്ലതെന്ന്. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ, കാരണം നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. നമ്മൾ വാങ്ങി കാണും ഓൾറെഡി, എന്നാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. അതെ, ഞാൻ എന്റെ സെലക്ഷനും
ആൾക്കാരുടെ ഇഷ്ടങ്ങളും അതെ മെജോറിറ്റി എങ്കിലും കിട്ടിയാൽ മതി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലെങ്കിലും മെജോറിറ്റി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കണ്ണാടിക്ക് വേണ്ടി അപ്പുറത്ത് പോയതാണോ? ഓഹോ എല്ലാം റെഡിയാക്കും. भैया नाम क्या है आपका? लव सिंह रावत. लव सिंह, ओह प्रिया. ഡ്രസ് ചെയ്യിപ്പിക്കാൻ പോവാണ്. ഭയങ്കര ഫ്രണ്ട്ലി അല്ലേ ഇവിടുത്തെ ആൾക്കാര്? നല്ല ആൾക്കാർ. നമുക്ക് ബാർഗൈൻ ചെയ്യണ്ട പ്രിയ, കുഴപ്പമില്ല. പ്രിയ അപ്പൊ ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ആക്കി കൊടുക്കുവാണ്. അത് പുള്ളി എന്നോട് ചോദിച്ചു യൂട്യൂബ് ഉണ്ട് വന്ന്. ഓ സബ്സ്ക്രൈബ്. അതുമാത്രമല്ല ഞാൻ ആ മാൽപോവയുടെ അവിടെ കഴിച്ചപ്പോ UP ഒരു ഗ്യാങ് വന്ന് അവരും നമ്മുടെ ചാനൽ ജസ്റ്റ് 2-3 വീഡിയോസ് കണ്ടിട്ട് വെരി നൈസ് ഒക്കെ പറഞ്ഞ് അവര് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. മലയാളമാണ്, പക്ഷെ കുഴപ്പമില്ല. അവർ ഞങ്ങൾക്ക് ഹോട്ടൽസും കേരള ഒക്കെ കാണാമല്ലോ എന്ന്. അപ്പോൾ ഹോപ്പ്ഫുള്ളി വിൽ ബി ഏബിൾ ടു ബ്രിങ് ലോട്ട് ഓഫ് ടൂറിസ്റ്റ് ടു കേരള. ദാറ്റ്സ് അവർ മെയിൻ എയിം. എല്ലാ കടയിലും കയറി എല്ലാവരും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പൊ അവരവരുടെ ഫാമിലി എല്ലാരും കാണുമല്ലോ. ഓക്കെ. പക്ഷെ ഇവര് വെരി നൈസ് പീപ്പിൾ, വെരി നൈസ് പീപ്പിൾ. 2 ദിവസത്തെ അടി മാറുമല്ലോ അല്ലേ? ഓക്കെ എന്തായാലും എടുത്തോളൂ. അപ്പൊ അതും മറ്റേ ബാഗ് വരെ നോക്ക് പ്രിയ. അടിപൊളി. ഓ സൂപ്പർ ബാഗ്. ഓക്കെ പ്രിയ, ഫീലിംഗ് വെരി നൈസ് നോ? വെറുതെ ഒന്നും വാങ്ങിയാലും ഇല്ലെങ്കിലും ഒക്കെ ജസ്റ്റ് ഇതിൽ കൂടെ നടക്കാനും കളേഴ്സും എല്ലാം അടിപൊളി. അന്നെ പിടിച്ചോ. ഡാഡിയോട് ചോദിക്കാം, ഡാഡിക്ക് അറിയാം ഹാൻഡിക്രാഫ്റ്റിന്റെ വില. ഇതിനെ കണ്ടല്ലോ, എന്ത് റേറ്റിനാണെങ്കിൽ ലാഭോ? നല്ല വെയിറ്റ് ഉണ്ട്, പിള്ളേർക്കൊക്കെ ഇരിക്കാവോ? ആ എത്ര റേറ്റിനായിരിക്കും ലാഭം? എന്ത് റേറ്റ് പറയണോ? ഡാഡിക്കല്ലേ ഈ ഹാൻഡിക്രാഫ്റ്റിനെ കുറിച്ചൊക്കെ അറിയില്ല? ഒരു 300 രൂപ ആണല്ലേ? ഓക്കെ. ഇതോ ചെറുത്? 100 രൂപ കുറയ്ക്കാം. 200. ഡാഡിയെ കറക്റ്റ് ഇവരുടെ റേറ്റ് തന്നെ ഡാഡി പറഞ്ഞത്. ഡാഡി ഒരു സംഭവമാണല്ലോ. ഡാഡി എങ്ങനെ അറിയാം? ലോകം വാങ്ങിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ടാണ്. വീട്ടിൽ ഇനി ഒരു സ്ഥലം ഇല്ല ഇതൊക്കെ വേദൂന് ഇരിക്കാം എന്നാണ് പറയാം. ബच्चा बेटे का कुछ भी नहीं होगा. आप खुद है ना इस पे अपना आपका वजन सेंड कर लेगा. मे भी बैठ सकता है. बिल्कुल बैठ सकते हो. आप ट्राई करो. അയ്യോ ഞാൻ ഇരിക്കട്ടെ. പ്രിയ ഇരുന്നാലും പൊട്ടില്ല, അത് നോക്കാലോ. പൈസ नहीं देगा देखा तो मेरा, आप चिंता मत. ठीक है നോക്കാലോ. ये क्या से बनाना है? माय गॉड. ഇരുന്നോ, ഫുൾ വെയിറ്റ് കൊടുത്തിരിക്കെ ഇരുന്നോ? കുഴപ്പമില്ല അല്ലേ? ഡാഡി ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പക്ഷേ ഇത് കണ്ട മമ്മി ചോദിക്കുക എന്തുകൊണ്ട് ഞാൻ ഇത് ഒരെണ്ണം അതേമാതിരി വാങ്ങിച്ചില്ല. ഡാഡി എല്ലാം മമ്മീനെ പേടിച്ച് വാങ്ങിക്കൊണ്ട് പോവാ. വീട്ടിൽ വയ്ക്കാൻ നല്ലതാണ്, പക്ഷെ ഇപ്പൊ സ്ഥലമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. എല്ലാവർക്കും ഡാഡിയുടെ വീട്ടിന്റെ ഒരു ടൂർ വേണമെന്ന് അറിയോ? എത്ര പേരെ ഡിമാൻഡ് ചെയ്യുന്നതെന്ന്. എവിടെ വയ്ക്കുമെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. ഡാഡിയുടെ ഹൗസ് ഫുൾ ഫർണിച്ചേഴ്സ് ആണ്, ഇതുപോലെ ഫർണിച്ചറും ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് ഫുൾ. നോക്കി മതിയാവുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴിക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ക്യാമറ ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം. ഞാൻ വെച്ച് കുറച്ച് നേരത്തേക്ക് ഒന്നും റെക്കോർഡ് ചെയ്യേണ്ടി വരില്ല എന്ന്. പക്ഷെ ഇത് തന്നെ പരിപാടി. സ്ഥലത്ത് എനിക്ക് 2 എണ്ണത്തിൽ കൺഫ്യൂഷൻ വരും. അവസാനം 2 എടുക്കും. അതാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. എനിക്ക് തോന്നുന്നു ഇതാ നല്ലതെന്ന്. പ്രിയ അപ്പൊ എന്താ തീരുമാനിച്ചത്? ഏതാ എടുക്കുന്നത്? 2 എടുക്കുക. എന്നാ വേഗം ആവട്ടെ, അടുത്ത സ്ഥലത്തേക്ക് പോകണം. എനിക്ക് മാൽപ്പാവ് കഴിക്കണം. എനിക്ക് ആക്കണം 30-40 രൂപയുടെ ചെലവേ ഉള്ളൂ. അപ്പൊ അതും ഒരു ബ്ലൂവും. ഓക്കെ, ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ട് വരാം. പോകുന്ന വഴിക്ക് ഇത് കണ്ടു, നല്ല ക്യൂട്ടായിട്ടില്ലേ? രാജസ്ഥാനി ട്രഡീഷണൽ ഡ്രസ്സ് വേദൂന്. പാന്റ് ചെറുതാണോ? കുഴപ്പമില്ല. പാന്റ് ഫുൾ ലെങ്ത് होगा या हाफ लेंथ? ये इधर तक आएगा, घुटनों के नीचे. അങ്ങനെ ഇരിക്കണം ഉണ്ടോ? അപ്പൊ മുട്ടിന്റെ തൊട്ടടി വരെ നിൽക്കും. നല്ല കോത്തി പാൻസ് നല്ല രസമായിരിക്കും അല്ലേ? വാങ്ങിയാലോ? ഓക്കെ. മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ ഫുൾ ട്രിപ്പിൽ ഷോപ്പിംഗ് മാത്രമേ കാണിക്കാൻ കാണുള്ളൂ എന്ന് കേട്ടോ. വേറെ കടയിൽ നമ്മൾ വീണ്ടും നിർത്തി കയറിയിരിക്കുവാണ്. ഇതെന്താ സ്കേർട്സ് കടയാണ്. ഡാഡി എന്ത് ചെയ്യും ഡാഡി നമ്മളിങ്ങനെ ആയാ? ഇങ്ങനെ നമുക്ക് അവിടെ പോയി ഒരു ഷോപ്പ് തുടങ്ങേണ്ടി വരും. പറഞ്ഞ റേറ്റിന് തന്നെ കിട്ടിയോ? 400 കിട്ടിയോ 2 എണ്ണം?
രണ്ടാണ് 400. എന്ത് വേണം അല്ലേ ജയ്പൂർ. ഇപ്പൊ ഇത് പ്രിയയുടെ ഫേവറേറ്റ് സ്ഥലം ജയ്പൂർ അല്ല രാജസ്ഥാൻ. രാജസ്ഥാൻ വരും, ഇടയ്ക്കിടയ്ക്ക് വരും ഷോപ്പ് ചെയ്യാൻ. ആ ഇതെന്താ അടുത്തത്? കുർത്ത ജൂട്ടിന്റെ ഒക്കെ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. ജൂട്ട് ഫാബ്രിക്കാ. 200 രൂപയുള്ളൂ. നന്നായി എടുത്തേക്കാം. നല്ലതല്ലേ? അടുത്ത കടകളിൽ പ്രിയ കേറിക്കൊണ്ടിരിക്കുന്നു. ക്ലോസിംഗ് ടൈം ആയാലും പ്രിയക്ക് അതൊന്നും ഒരു വിഷയമല്ല. ഇത് കണ്ട മെൻസിന്റെ ബ്രേസ്ലെറ്റ് ആണ്. ഞാൻ വെറുതെ എനിക്ക് വേണ്ട, പിന്നെ ഇങ്ങനെ പറയാ ക്ലോസിംഗ് ടൈം എന്തെങ്കിലും വാങ്ങാനൊക്കെ പറഞ്ഞ് 250 രൂപ പറഞ്ഞു. 100 രൂപയ്ക്ക് വാങ്ങി. അടിപൊളിയല്ലേ? ഹാൻഡ് മെയ്ഡ്. ഇവിടെ തന്നെ ത്രെഡ് ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ വിൽ ഓൾവേസ് ബി വിത്ത് us ഫോർ എ ലോങ് ടൈം. നമുക്ക് ഒരുപാട് മെമ്മറീസ് തരും. അതുകൊണ്ട് ഞാൻ വെറുതെ വാങ്ങിയാണ്. എന്തായാലും നല്ലതാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. പ്രിയത വീണ്ടും ബാഗ് നോക്കുവാണ്. പ്രിയ ഇത് നോക്ക്. നൈസ് നോ? 250 പറഞ്ഞാൽ 100 രൂപയ്ക്ക് വന്നു. വെറുതെ വാങ്ങാമോ? കുഴപ്പമില്ലല്ലോ. നീ എന്താ വാങ്ങുന്നത് ഇവിടുന്ന്? നോക്കിക്കൊണ്ട് മാത്രല്ല, ഓരോന്ന് വാങ്ങും ചെയ്യും. പോലെ നോക്കുന്ന ആളെ നോക്കട്ടെ. എന്തായാലും കാണിക്കാം. എല്ലാരും ചോദിക്കും എങ്ങനെയുണ്ട് ബാഗ്. വെളിയിലെ കാണിക്കാം. എംബ്രോയിഡറി ഒക്കെ. ഇന്ന് ചെയിനും ഉണ്ടോ? തൂക്കിയിടാൻ പറ്റുമോ? കൈ പിടിക്കാനാ? ഓക്കെ ഇതെന്നാ? ഓക്കെ ശരി. എന്തായാലും നോക്കാം. നല്ല ഡിസൈൻ വെളിയിലത്തെ നോക്കട്ടെ. എംബ്രോയിഡറി വർക്ക് നൈസ്. നൈസ്. എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ ദില്ലുവിനെ കൊണ്ട് ഞാനാണ് മോഡല് ഇടിപ്പിച്ച് നോക്ക്. ഇതില് ഇതാണോ നല്ലത്, ഇതാണോ നല്ലത്? അതോ ഇതാണോ നല്ലത്? അത് പിന്നെ നടുക്ക് നിൽക്കുമായിരിക്കുമല്ലോ നല്ലത്. അതോ ഇതാണോ നല്ലത്? അത് ഷോപ്പിംഗ് ഓരോന്നോരോന്ന് എടുത്തോണ്ട് വരാം. അമ്മേനെ കൊണ്ട് ഇതാണോ നല്ലത്? അപ്പൊ ഏതിപ്പോ എടുക്കുന്നത്? നോക്കാം. മാൽപോവ ഞാൻ വന്ന് കഴിച്ചു. എങ്ങനെയുണ്ട്? എന്താ ഒരു എക്സ്പ്രഷൻ ഒന്നും പറയാത്ത? ഇതിനു വേണ്ടി ഞാൻ ഇങ്ങോട്ട് ഓടി ഓടി വന്ന്. നെയ്തുവിന് വേണം എന്ന് തോന്നുന്നു. മാൽപാവ അല്ലേ? ഭയങ്കര കളർ വരെ എന്തൊരു അപ്പറ്റൈസിങ്. ദോശ പോലെ കഴിക്കാം. ഇത് ഒരു ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഇത് ഓർത്തിരിക്കണം പ്ലീസ്. നിങ്ങൾ ഓർത്തിരിക്കണം. എൻ്റെ റിക്വസ്റ്റ് ആണ്. കാരണം ഇവിടുത്തെ ഞങ്ങൾ വാങ്ങുന്നത് ഡ്രസ്സ് 1 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉപയോഗിക്കുള്ളൂ. ആ 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴേ ഉണ്ട്. ഓക്കെ, അത് ഈ ലേക്ക് വ്യൂ കഫേ എന്ന് പറഞ്ഞൊരു വലിയ കഫേ ഉണ്ട് പുഷ്കറിൽ. അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു നല്ല വുളൻ ക്ലോത്ത്സ് ഒക്കെ കിട്ടുന്ന കടയാണ്. നമ്മുടെ ഭയ്യ നല്ല പ്രൈസിൽ തരും. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞു. അത് ലുക്ക് ഹൗ അമേസിംഗ് ദിസ് ജാക്കറ്റ് ഇസ്. പ്രിയയുടെ ആദ്യമേ തന്നെ നോക്ക് എന്തൊരു സ്റ്റൈലിഷ് ആണ്. അതെ. ഇപ്പൊ ഈ പുള്ളി നിങ്ങള് ഇവിടെ ജയ്പൂരിലെ എന്താ സ്ഥലത്തിന്റെ പേരെന്താ? പുഷ്കറിൽ വരുമ്പോ ഇവിടെ വന്ന് നിങ്ങൾക്ക് വിന്റർ ക്ലോത്ത്സ് അടിപൊളിയായിട്ട് കിട്ടും. സ്റ്റൈലിഷ് ആയുള്ള ഔട്ട്ഫിറ്റ്സ് കിട്ടും. ഉറപ്പായിട്ട് ഇവിടെ വന്ന് വാങ്ങണം. ബാർഗൈൻ ചെയ്താൽ നല്ല റേറ്റിന് കിട്ടുകയും ചെയ്യും. हमने बोला है अच्छा कपड़ा है लेकिन रेट थोड़ा ज्यादा है. बार्गेन करेगा तो अच्छा रेट में मिलेगा. हम सब्सक्राइबर्स को सचमुच सब कुछ, लेकिन हम बोले क्वालिटी बहुत अच्छा है. वो बोल रहा है. ഓക്കെ, അപ്പൊ ഇത് ഞാനൊന്ന് ഇട്ട് കാണിക്കാം. അപ്പൊ ഇത് ഞങ്ങൾ ആക്ച്വലി 1 വർഷം കഴിഞ്ഞിട്ട് മിക്കവാറും ഉപയോഗിക്കുള്ളൂ. പക്ഷെ ചിലപ്പോൾ അതിന് മുമ്പ് എവിടെയെങ്കിലും തണുപ്പുള്ള സ്ഥലത്ത് പോയാൽ ഉപയോഗിക്കും സ്റ്റൈലിന് വേണ്ടി. പക്ഷെ എന്താണെന്ന് പറയുക, ഈ രാജസ്ഥാനി സ്റ്റൈലിൽ വുളൻ ക്ലോത്ത്സ് കിട്ടാൻ വളരെ പാടാണ്. ഇപ്പോൾ സാറയോ മാംഗോയോ ഏത് വലിയ ബ്രാൻഡിൽ പോയാലും, ഈവൻ ചൈനയിലും ദുബായിലൊക്കെ പോയാലും ആ ഡൗൺ ജാക്കറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഡെനിം അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സ്റ്റൈലിഷ് ടൈപ്പ് കിട്ടുന്നത് ഈ രാജസ്ഥാനി സ്റ്റൈൽ എവിടെയും കിട്ടാറില്ല. സോ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വെളിയിൽ പോയിട്ട് റേറ്റ് പറയാം. ഭയങ്കര സ്റ്റൈലിഷ് ആണ്. അതെ, അടിപൊളി. ओके, सो प्लीज सब्सक्राइब टू आवर चैनल, वॉच इट चैनल. वी आर प्रमोट हम किसी दुकान में जा रहे हैं, हम सब लोगों को बोल रहे हैं सब्सक्राइब कर देना. Okay, I will do it. थैंक यू. मलयालम में है लेकिन बहुत अच्छा विजुअल्स है. Okay. और आप केरला में आएगा तो मुझे कांटेक्ट कर देना. विल शो यू केरला. Okay, sure. അപ്പോൾ പ്രിയ എൻ്റെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കുക. ബാക്ക് ഇപ്പോൾ ഫുൾ കിട്ടട്ടെ. Cool, no? Yeah, അടിപൊളി. Look, take a video of the back part also. നല്ല ഫാബ്രിക്കുമാണ്. അതെ, അടിപൊളി അല്ലേ? ഡിന്നറിന് പോവാണ്. ഞാൻ ഇവിടെ വന്ന് ഫുഡ് ഓർഡർ ചെയ്തു. പ്രിയൻ ഡാഡി അവിടെ ഇരിക്കുകയാണ്. ഞാൻ സ്ഥലം കാണിച്ചത് ചെറിയ സ്ഥലമാണ് കയറി പോകുമ്പോൾ. പക്ഷെ ജസ്റ്റ് ലുക്ക് അറ്റ് ദ വ്യൂ. രാത്രിയാണ്, എനിക്ക് എത്ര ഭംഗിയായിട്ട് കിട്ടും എന്നറിയില്ല. പക്ഷെ ജസ്റ്റ് വെയിറ്റ് 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 വെയിറ്റ്. ആ വ്യൂ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പ്രിയ? സൺസെറ്റിന് വന്ന എന്തൊരു ഭംഗിയാണ്. നാളെ വരാം.
How amazing is this view, guys? How amazing. Guys, അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഡാഡിക്ക് നല്ല ടൊമാറ്റോ ചീസ് പാസ്ത ഉണ്ട്, ഞങ്ങൾക്ക് കോത്ര ഫ്രൊമാജ് 4 ചീസ് പിസ്സ ഉണ്ട്. ഇതും വുഡ് ഫയർ ആണ്, കണ്ടിട്ട് ഇറ്റ്സ് ലുക്കിംഗ് ഡെലിഷ്യസ്. ഇവിടെ എന്താണെന്ന് അറിയോ, പുഷ്കറിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ഫോറിനേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് നല്ല കഫേസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വെസ്റ്റേൺ ഫുഡ് മാത്രമേ സെർവ് ചെയ്യുള്ളൂ. ജയ്പൂർ ഈ രാജസ്ഥാനി ഫുഡൊക്കെ വളരെ എന്താ ചെറിയ ചെറിയ സ്ഥലങ്ങൾ, അവിടെ നമുക്ക് പോയി ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെസ്റ്റേൺ ഫുഡ് കഴിക്കുന്നത്. ബട്ട് നോ ഇഷ്യൂസ്, വി ആർ എൻജോയിങ് വിത്ത് വാട്ട് എവർ വി ഹാവ്, നോ ഇഷ്യൂസ്. ഡാഡിക്ക് ഫുഡൊന്നും അധികം ഒന്നും പിടിക്കുന്നില്ലായിരുന്നു, പക്ഷേ ഇത് 100% ഷുവർ ആണ്. ഞാൻ പറഞ്ഞത് ചെയ്യിപ്പിച്ചാണ്, ഡാഡിക്ക് ഇഷ്ടപ്പെടുന്നു. എന്തായാലും നോക്കട്ടെ. ഡാഡി ഓണസ്റ്റ് ഒപ്പീനിയൻ പറയണേ. ഹാപ്പി? ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ശരിക്കും ഒത്തന്റിക് വുഡ് ഫയർഡ് പിസ്സ, 4 ചീസ് എന്ന് പറഞ്ഞാൽ 4 ടൈപ്സ് ഓഫ് ചീസ് ഉണ്ട്. എങ്ങനെയുണ്ട് പ്രിയ? നമ്മളിതൊക്കെ എക്സ്പെക്ട് ചെയ്തേ ഇല്ല അല്ലേ പുഷ്കർ വരുമ്പോ? എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ ദിവസം? എല്ലാം കഴിഞ്ഞ് റൂമിൽ എത്തുമ്പോ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഇങ്ങനത്തെ ഒരു നല്ല റൂം. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്ര ഭംഗിയാ കാണാൻ. വേദുവിനെ നോക്ക്, ഞങ്ങള് വാങ്ങിയ കുതിരയിൽ ഇരുന്ന് ഫുൾ ഹാപ്പിയാണ്. ഇത് അതല്ലാതെ ആളെ ഇത്രയും സാധനങ്ങൾ ഇന്നും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും നല്ലൊരു കാര്യം ഇതാണ്, മിക്ക പാക്കിംഗ് ആണ്, ഫ്രീ ആയി കിട്ടുന്നതാണ് ഇങ്ങനത്തെ കവേഴ്സ്. സോ ജാക്കറ്റ്സും നല്ല രസമായിട്ടുള്ള പാക്കിംഗ്. എന്തൊക്കെ വാങ്ങിയല്ലേ. ഓക്കെ, അപ്പൊ വാങ്ങി. ഓക്കെ, അപ്പോ ഞാൻ വെളിയിലത്തെ കാഴ്ച കൂടെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇത്രയും നല്ല റൂം ഉണ്ടായിട്ടും വെളിയിൽ ഇപ്പൊ ഇരുട്ടാണെങ്കിലും എനിക്ക് ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഈ വെളിയിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്. ആ ഹാമക്കിൽ പോയി കിടക്കാനും ഈ ഊഞ്ഞാലാടാനും ഇരുട്ടാണൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇറ്റ് ഇസ് അൺബിലീവബിൾ ദിസ് പ്രോപ്പർട്ടി. റവായ് പുഷ്കർ, ഇറ്റ്സ് സോ ഗുഡ്. എന്തായാലും വെളിയിൽ നല്ല തണുപ്പാണ്. അപ്പോൾ നിങ്ങളൊരു ചെറിയ ഗസ്സിങ് ചെയ്യുക. പ്രിയ, ഞാൻ അവരോട് പറയാണ്, നമ്മൾ ആ വിന്റർ ക്ലോത്ത്സ് വാങ്ങിയത് ഒരു എയിമിനാണ്. അത് അടുത്ത വർഷത്തേക്ക് ഓബിയസ്ലി ഈ ഒരു ടൈം നവംബർ ഡിസംബറിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ക്ലൂ ഒന്നുമില്ല. ക്ലൂ ആണെങ്കിൽ ഓക്കെ. ക്ലൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചോക്ലേറ്റ്സ് അടിപൊളിയാണ്. അപ്പോൾ ആ സ്ഥലം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു പ്ലാനാണ്, നടക്കോ ഇല്ലയോ അന്നത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും ഒന്നും അറിയില്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഈ ആഗ്രഹം പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. സോ ഇറ്റ് വാസ് എ ടോട്ടലി ചിൽഡ് ഔട്ട് ഡേ ഇൻ പുഷ്കർ. നാളെ കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ. ബൈ പറയൂ. ബൈ.